ഹലോ! ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലറ്റാണ്. ഞാൻ ഓൾറെഡി ഒരു 2, 3 ചിക്കൻ കട്ട്ലറ്റിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഇഫ്താറിൻ്റെ ഒക്കെ ടൈമിൽ. അപ്പോൾ ഇന്നും ഞാൻ ആ ഒരു ചിക്കൻ കട്ട്ലറ്റിൻ്റെ ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും സെപ്പറേറ്റ് ഇങ്ങനെ കാണിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി ഇതിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഓരോന്നായിട്ട് പറയാം കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏതെങ്കിലും ഓയിലൊന്നും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചെറുതായി കട്ട് ചെയ്ത സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റി കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഞാൻ ഓൾറെഡി ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചിക്കനും വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചത്. അതുകൊണ്ട് ആദ്യം കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറവാണെങ്കിൽ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഒരു റോ ഫ്ലേവറൊക്കെ പോയതിന് ശേഷം ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ചിക്കൻ വേവിക്കുന്ന ടൈമിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന ടൈമിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ച് ആ ഒരു ചിക്കൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചിക്കനും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. ചിക്കനും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ചിക്കനിലോട്ട് മസാലയൊക്കെ പിടിക്കുന്നവരൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ചതിന് ശേഷം സ്മാഷ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാട്ടോ ഞാൻ ഇതിലിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. ചിക്കൻ്റെ അതുപോലെ തന്നെ അളവ് ഒന്നും കറക്റ്റ് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഒരുപാട് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങില്ലേ വേവിക്കുന്ന ടൈമിൽ ഓവറായിട്ട് കുക്കായി പോകണ്ട കേട്ടോ. ഓവറായിട്ട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല, പിന്നെ അങ്ങ് ഒട്ടിപ്പോവും. അതുപോലെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസും ഉണ്ട്. ഇതുണ്ടല്ലോ കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലൊക്കെ കുറേ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം കൈ വെച്ചൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ച് കുഴച്ചാൽ മാത്രമേ എല്ലാം കറക്റ്റായിട്ട് പിടിക്കൂ. ഉപ്പ് കുറവാണെങ്കിൽ ആ ഒരു ടൈമിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനിതാ ഓരോന്ന് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. കട്ട്ലറ്റ് ഷേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ ഓരോന്നും ഇതുപോലെ തന്നെ ഞാൻ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ, അതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം മറ്റേ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഞാനിതാ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മുട്ടയാട്ടോ എടുത്തിട്ടുള്ളത്. വലിയൊരു മുട്ടയായതുകൊണ്ട് ഒരു ഫുൾ മുട്ട എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടിട്ടുണ്ട്. കോൺഫ്ലോർ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട്ലറ്റിൻ്റെ പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയിരിക്കും. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രെഡ് പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഞാൻ ആദ്യം തന്നെ ഇതാ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ആ ഒരു കട്ട്ലറ്റ് ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. രണ്ടും ഒരേ കയ്യിലായിട്ട് ചെയ്യേണ്ട, കാരണം ഒട്ടിപ്പിടിക്കും ബ്രെഡ് ക്രംസ് ഫുള്ള് കയ്യിൽ. അങ്ങനെയൊക്കെ ഞാൻ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ഓരോ കട്ട്ലറ്റായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉണ്ടല്ലോ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ നമുക്കിതിൽ ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. ഒരു ഭാഗം കളർ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ കളർ ചേഞ്ച് ആയാൽ മതി കേട്ടോ. നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് കരിഞ്ഞു പോകും. കാരണം പുറത്ത് ബ്രെഡ് ക്രംസ് അല്ലേ, അതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സിമ്മിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട. അങ്ങനെ കട്ട്ലറ്റ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് അതൊന്ന് കോരി മാറ്റി കൊടുക്കാം. 2 ഭാഗം ഒരേപോലെ തന്നെ ഫ്രൈ ആയതിന് ശേഷമാട്ടോ എണ്ണയിൽ നിന്ന് ഞാൻ കോരി മാറ്റി കൊടുക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മളെ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെറിയ ചെറിയ കട്ട്ലറ്റാണ് കേട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ചിക്കൻ കട്ട്ലറ്റ്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ കട്ട്ലറ്റ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്